അമ്മോ ഒന്ന് നോക്കി സൂക്ഷിച്ച് ഒന്ന് പതുക്കെ ഇറങ്ങി. എന്തരെണ്ണ നൊണ്ടിക്കാലും വെച്ചോണ്ട് ഡാൻസ് കളിച്ചോണ്ട് വരി വരി അണ്ണാ നോക്കി നോക്കി പതുക്കെ. തന്നെ ആ സാറേ നമസ്കാരം. എന്താടോ ഇയാള് നടക്കുമ്പോ റോബോട്ട് നടക്കുന്നുള്ളൂ, ശബ്ദം കേൾക്കുന്ന എന്താ? സാറേ പാട്ടയിൽ കല്ലിട്ട് കളിക്കുമ്പോഴത്തെ ഒരു സൗണ്ട് അല്ലേ? ഇയാളെ ശരീരത്തിൽ ലിവറും കിഡ്നിയും ഹാർട്ടും ഒഴികെ ബാക്കി എല്ലാം സ്റ്റീലാ സാറേ. എന്താ? ഒരുത്ത അടിച്ചതാ, എല്ലുകളൊക്കെ പൽപ്പടി പോലെയായി. എല്ലാം പറക്കി ഒട്ടിച്ചെടുത്താ ഈ കോലത്തിലാക്കി എടുത്തത്. അവന്റെ അടി കൊണ്ടിട്ടുള്ള എല്ലാ ബോഡികളുടെയും ബോൺസ് മുഴുവൻ ക്രാഷ് ആയിട്ടുണ്ട്. സ്റ്റെയിൻലെസ് സ്റ്റീലാ. സ്കൾസ് പോലും തകർന്നിട്ടുണ്ട്. നിങ്ങളെ അടിച്ചു എന്ന് പറയുന്നവൻ ഇവനാണോ? അവന്റെ ഫോട്ടോ കണ്ടാൽ തന്നെ അണ്ണന്റെ കൺട്രോൾ മൊത്തം പോകും. അങ്ങോട്ട് തിരിക്കും സാറേ, അങ്ങോട്ട് തിരിച്ചാണ് തിരിച്ച്. ഇത്തരത്തിൽ അടിച്ച് എല്ലടിച്ചവനെ നിങ്ങൾ തിരിച്ചടിക്കാൻ ശ്രമവും നടത്തി. കറണ്ട് അടിച്ചെന്ന് കരുതി ട്രാൻസ്ഫോമറിനെ എടുത്തിട്ട് പെരുമാറുവോ? ഓ, ഇതിൽ കൂടെ ഒന്നും പ്രതീക്ഷിക്കേണ്ട സാർ, യുവമാര് പൊട്ടന്മാരാ. ഇനി ഒരു ഇൻഫർമേഷനും വേണ്ട എനിക്ക്. ഞാൻ ഇത്രയും നേരം അന്വേഷിച്ചുകൊണ്ടിരുന്നത് ഇവനെ തന്നെ. നമസ്കാരം സാർ. എടോ CBI, താൻ അവനെ പിടിക്കോ ഇല്ലയോ? കുംഭമേളക്കിടയിൽ വെച്ച് അവനെന്നെ കൊല്ലാൻ സ്കെച്ചിട്ടതായി ഇന്റലിജൻസ് റിപ്പോർട്ട് വന്നിട്ടുണ്ട്. എന്താ മിണ്ടാത്തത്? അവനെ നിങ്ങളെ ഒരു ചുക്കും ചെയ്യാനാകില്ല സാർ. നിങ്ങൾ കുംഭമേള കഴിഞ്ഞ് മടങ്ങുന്നതിന് മുമ്പ് അവനെ അറസ്റ്റ് ചെയ്ത് ഞാൻ നിങ്ങളുടെ മുന്നിൽ നിർത്തിത്തരാം. സാർ ധൈര്യമായി കുംഭമേളയ്ക്ക് പോകും. Go and search this side. Search everywhere. മുള്ളൂക്ക് അങ്ങോട്ട് പോകും. എല്ലാ മൂലയും അരിച്ചു പറക്ക്. ഒരു സ്ഥലവും ബാക്കി വെക്കരുത്. ഹലോ, നിങ്ങളൊക്കെ ആരാ? എന്താ ഇതൊക്കെ? ഇത് ആരുടെ വീടാണെന്ന് അറിയാമോ? കീരി ബാബുജിയുടെ അളിയന്റെ വീടാ. അവനെ അന്വേഷിച്ച് ഞങ്ങൾ വന്നത്. We are from CBI. നിങ്ങളാരാ? ഞാൻ ചെറിയുടെ അമ്മാവനാ. പേര് ജിലേബി. ജിലേബിയോ? അതെ സാറേ, ചെറുപ്പം മുതലേ എന്റെ പേര് ജിലേബി. ജിലേബിയെക്കാട്ടിലും തനിക്ക് ചേരുന്ന പേര് ബോണ്ടാന്ന്. എല്ലായിടത്തും നോക്കി, ഇവിടെ ഒന്നുമില്ല സാർ. നിങ്ങൾ ആരെ അന്വേഷിച്ചാ വന്നേ? ചെറിയ അന്വേഷിച്ച്. എവിടെയവൻ? കുംഭമേളയ്ക്ക് പോയത്. കുംഭമേള. Let's go. Pick him. അയ്യോ, എന്നെ പിടിക്കില്ല സാറേ, എനിക്ക് വയറിളക്കാണ്. റിംഗ് ഉണ്ടോ? ഇല്ല സാർ, കുറെ നേരമായിട്ട് എൻഗേജ്ഡ്. അവൾ ഗേൾഫ്രണ്ടിനോട് സംസാരിക്കുകയാണോ? ട്രൈ ചെയ്തുകൊണ്ടിരിക്കടോ. ആയിക്കോട്ടെ സാർ. സഹിക്കുന്നതിന്റെ മാക്സിമം. പെണ്ണിന് ഇത്ര അഹങ്കാരം പാടില്ല.